തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 19 ലക്ഷം ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. SIRമായി ഇവരെ ബന്ധിപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതിനുള്ള ഹിയറിംഗ് എപ്പോഴായിരിക്കും നടക്കുക എന്നതടക്കമുള്ള ആശങ്കകൾ പലർക്കുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര സമയം ലഭിക്കുമോ എന്നടക്കം പലരും ആശങ്ക രേഖപ്പെടുത്തുന്നുമുണ്ട്. ഡിസംബർ 23-ന് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മുതൽ തുടങ്ങിയ പരാതികളുടെ പരിശോധനയും ഹിയറിംഗും 2 മാസം വരെ നീളുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഹിയറിംഗിന് തീയതി നിശ്ചയിച്ചാൽ ഒരാഴ്ച സമയം രേഖകൾ തയ്യാറാക്കി വെക്കാൻ ലഭിക്കുന്ന തരത്തിലായിരിക്കും നോട്ടീസ് നൽകുക. തുടർന്ന് ഹിയറിംഗിന് ഹാജരായി രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ രേഖകൾ തൃപ്തികരമെങ്കിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഓരോ മണ്ഡലത്തിന്റെയും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് ഹിയറിംഗ് നടത്തുന്ന കാര്യം തീരുമാനിക്കുന്നത്. ഹിയറിംഗിനുള്ള തീയതി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച മുൻപ് തന്നെ ഹിയറിംഗിനുള്ള നോട്ടീസ് നൽകും. ഹിയറിംഗിനായി ഹാജരാകുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകൾ തയ്യാറാക്കി വെക്കുന്നതിനാണ് നോട്ടീസ് ഒരാഴ്ച മുന്നേ നൽകുന്നത്. ഹിയറിംഗിന്റെ തീയതി തീരുമാനിക്കുന്നതും EROമാർ തന്നെയാണ്. കിടപ്പ് രോഗികളെയും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധരെയും നേരിൽ കണ്ട് ഹിയറിംഗ് നടത്തുന്ന കാര്യം EROമാരുടെ വിവേചനാധികാരത്തിൽ പെടുന്നതാണ്. മണ്ഡലാടിസ്ഥാനത്തിൽ BLOമാരെ നിയോഗിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമുണ്ടായിരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം എല്ലാവരും ഹിയറിംഗിന് ഹാജരാകേണ്ടിയും വരില്ല. കരട് പട്ടികയിൽ നോ മാപ്പിംഗ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഹിയറിംഗ് ഇല്ലാതെ തന്നെ രേഖകൾ BLOക്ക് നൽകി BLO അപ്ലോഡ് ചെയ്യുന്ന രേഖ ERO അംഗീകരിച്ചാൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാനാകും. കരട് പട്ടികയിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ അന്യായമായി പുറത്താക്കിയെന്ന് കണ്ടെത്തുന്നവർക്ക് പുതിയ വോട്ടറായി മാത്രമേ ഇനി പട്ടികയിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബൂത്ത് മാറ്റം. SIR നടപടിക്രമങ്ങളുടെ ഭാഗമായി പുതിയ 5003 ബൂത്തുകൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഒരേ കുടുംബത്തിലുള്ളവരുടെ വോട്ടുകൾ പല ബൂത്തുകളിലായി ചിതറിപ്പോയി എന്ന പരാതിയുണ്ട്. ഒരു വീട്ടിലുള്ളവർക്ക് തന്നെ 2 ബൂത്തുകളിലായി വോട്ട് മാറിയെന്ന പരാതി പരിശോധിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചിട്ടുണ്ട്. മരിച്ചവർ, കണ്ടെത്താനാകാത്തവർ, സ്ഥിരം താമസം മാറിയവർ എന്നിവരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും കോപ്പിയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവ പരിശോധിച്ച് രേഖകൾ ഇല്ല എന്ന് കണ്ടെത്തുന്ന 100% അയോഗ്യരാണ് എന്ന് കണ്ടെത്തുന്നവരെ മാത്രമേ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ. ബാക്കി എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. SIRമായി കൂട്ടിയിണക്കാനുള്ള വിവരങ്ങൾ നൽകാനാകാത്ത 19.32 ലക്ഷം വോട്ടർമാരാണ് ഉള്ളത്. ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനാണ് ഹിയറിംഗ് നടത്തുന്നത്. അതേസമയം കരട് പട്ടികയിൽ നോ മാപ്പിംഗ് വിഭാഗത്തിൽപ്പെട്ടവരും ഹിയറിംഗിനായി ഹാജരാകേണ്ടി വരും. പക്ഷേ ഇവർ തന്നെ എല്ലാവരും ഹിയറിംഗിന് ഹാജരാകേണ്ടതായി വരില്ല. നോ മാപ്പിംഗ് വിഭാഗത്തിൽപ്പെട്ടവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് BLOക്ക് നൽകുകയും BLO അപ്ലോഡ് ചെയ്യുന്ന രേഖ റിട്ടേണിംഗ് ഓഫീസർ പരിശോധിച്ച് ബോധ്യപ്പെടുകയും ചെയ്താൽ ഹിയറിംഗ് ആവശ്യമായി വരില്ല. ഇതുപ്രകാരം 45 വയസ്സിന് താഴെയുള്ളവർ നിർദ്ദിഷ്ട രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകുന്നതോടൊപ്പം അച്ഛന്റെയും അമ്മയുടെയും രേഖയും നൽകണം. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്വന്തം രേഖ മാത്രം നൽകിയാൽ മതി. ആധാർ കാർഡ് നൽകുന്നവർ അതോടൊപ്പം മറ്റൊരു രേഖ കൂടി നൽകേണ്ടി വരും. ഇത്തരത്തിൽ രേഖകൾ കൃത്യമായി നൽകാൻ കഴിയാത്തവർക്ക് മാത്രമായിരിക്കും റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ ഹിയറിംഗിന് ഹാജരാകേണ്ടി വരിക. പുറത്തായവർ പുതിയ വോട്ടർമാരായി മാത്രമേ ഇനി പട്ടികയിൽ പ്രവേശനം നേടാൻ സാധിക്കൂ എന്നത് ഇപ്പോഴും ഒരു തർക്ക വിഷയമായി തുടരുകയാണ്. ഫോം 6 പൂരിപ്പിച്ച് സത്യവാങ്മൂലം നൽകി ഇവർക്ക് പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ സാധിക്കും. ഇവരുടെ അപേക്ഷകൾക്ക് മുൻഗണന നൽകാൻ കളക്ടർമാർക്കും EROമാർക്കും നിർദ്ദേശം നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന തർക്കം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്ക് വോട്ടർമാർ ഉത്തരവാദികളാണോ എന്നതാണ്. പട്ടികയിൽ നിന്ന് പുറത്തായത് വോട്ടറുടെ പിഴവ് കൊണ്ടല്ലെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ വരുത്തിയ വീഴ്ചയാണ് എന്നുമാണ് രാഷ്ട്രീയ പാർട്ടികൾ കുറ്റപ്പെടുത്തുന്നത്. ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിഹരിക്കാൻ നിലവിൽ വോട്ടുണ്ടായിരുന്നവർ പുതിയ വോട്ടറായി അപേക്ഷ നൽകണമെന്നത് ന്യായമല്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ മറിച്ചൊരു നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. SIR കരട് പട്ടികയിൽ പുറത്തായവർക്ക് മുന്നിൽ ഇനിയുള്ള ഏക മാർഗം പുതുതായി വോട്ട് ചേർക്കുക എന്നത് മാത്രമാണ്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി തെറ്റാണ് എങ്കിൽ ഫോം 6 വഴി പുതിയ വോട്ടറായി ചേരാം. പ്രവാസിയാണെങ്കിൽ ഫോം 6A വഴിയാണ് അപേക്ഷിക്കേണ്ടത്. BLOമാർ വഴി നേരിട്ടോ ഓൺലൈനായോ ഫോം 6 ഉപയോഗിച്ച് അപേക്ഷിക്കാനാകും.
പ്രവാസി വോട്ടർമാർ ഫോം 6A ഉപയോഗിച്ച് ഓൺലൈനായാണ് പുതിയ വോട്ടറാകാൻ അപേക്ഷ നൽകേണ്ടത്. ഇത്തരത്തിൽ പുതുതായി അപേക്ഷിക്കുന്നവർക്ക് പുതിയ വോട്ടർ കാർഡും നമ്പരുമാണ് ലഭിക്കുക. ഇതോടെ ഇവർ മുൻകാലങ്ങളിൽ വോട്ട് ചെയ്തതിന്റെ രേഖകൾ ഇല്ലാതാകുമെന്ന ആശങ്കയുമുണ്ട്. തങ്ങൾ ഇത്രയും നാൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന തെറ്റായ വിവരം സർക്കാർ രേഖകളിൽ ഇടം പിടിക്കുകയല്ലേ എന്നാണ് ഒഴിവാക്കപ്പെട്ടവരുടെ ആശങ്ക. അഥവാ ഹിയറിംഗിന് ശേഷവും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ അതിന്റെ കാരണം കൃത്യമായി വോട്ടറെ ബോധ്യപ്പെടുത്തിയിരിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഹിയറിംഗിന് സമയം നിശ്ചയിച്ചു നൽകുന്ന നോട്ടീസിലും എന്ത് കാരണം കൊണ്ടാണ് ഹിയറിംഗിന് ഹാജരാകേണ്ടത് എന്ന് നിർദ്ദേശിച്ചിരിക്കണം. എന്യൂമറേഷൻ ഫോമിൽ നൽകിയ വിവരം പൂർണ്ണമല്ല എങ്കിലോ തെറ്റാണ് എങ്കിലോ 2002 വോട്ടർ പട്ടികയുമായി ചേരുന്നില്ല എങ്കിലോ ആണ് ഹിയറിംഗിന് വിളിപ്പിക്കേണ്ടത്. കൃത്യമായ രേഖ ഹാജരാക്കുന്നവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിയറിംഗിൽ ERO എടുക്കുന്ന തീരുമാനം തൃപ്തികരമല്ലെങ്കിൽ 15 ദിവസത്തിനകം 1ാം അപ്പീൽ അധികാരിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാം. കളക്ടറുടെ തീരുമാനവും പ്രതികൂലമായാൽ 30 ദിവസത്തിനകം 2ാം അപ്പീൽ അധികാരിയായ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപ്പീൽ നൽകാനും അവസരമുണ്ട്. ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുന്ന അന്തിമ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർക്ക് ഫോം 6 ഉപയോഗിച്ച് പുതിയ വോട്ടറായി ചേരാനും സാധിക്കും. SIRന്റെ ഭാഗമായി കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരുടെ പേരുകൾ ചേർക്കാൻ സഹായിക്കുന്നതിന് വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കാൻ പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസുകളിലോ ഏറ്റവും അടുത്തുള്ള സൗകര്യപ്രദമായ കെട്ടിടങ്ങളിലോ ആരംഭിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ 2 ഉദ്യോഗസ്ഥരെ വീതം നിയോഗിക്കും. ഉന്നതികൾ, മലയോര തീരദേശ മേഖലകൾ, മറ്റു പിന്നോക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി അർഹരായവരെ കണ്ടെത്തി സഹായം നൽകുന്നതിന് അങ്കണവാടി വർക്കർമാർ, ആശ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്താം. ഇതര വകുപ്പുകളിൽ നിന്ന് അധിക ജീവനക്കാരെ ആവശ്യമെങ്കിൽ നിയോഗിക്കുകയും ചെയ്യാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് നാട്ടിലുള്ളവരാണ് എങ്കിൽ ഫോം 6 ഉപയോഗിച്ചും പ്രവാസികൾ ഫോം 6A ഉപയോഗിച്ചും അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന്റെ സമയം എപ്പോഴാണ്? ഡിസംബർ മാസം 23-ാം തീയതി കരട് പട്ടിക ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ന് 3 PM ശേഷം മുതൽ ജനുവരി മാസം 22-ാം തീയതി വരെ എല്ലാവർക്കും ഓൺലൈനായിട്ട് അപേക്ഷ ഓഫ്ലൈനായിട്ടും നൽകാൻ കഴിയുന്നതാണ്. എങ്ങനെയാണ് ഫോം 6, ഫോം 6A ലഭിക്കുക? ഇത് പൂരിപ്പിച്ച ശേഷം ആർക്കാണ് തിരിച്ചു നൽകേണ്ടത്? ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നും തന്നെ നമ്മൾ ആർക്കും നൽകേണ്ടതില്ല. അത് പൂരിപ്പിച്ച് അതിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകിയാൽ മതിയാവും. മാനുവലായിട്ടാണ് നൽകുന്നതെങ്കിൽ അത് പൂരിപ്പിച്ച് ബന്ധപ്പെട്ട BLOക്ക് നൽകണം. BLO വീട്ടിൽ വന്നോ അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയോ നൽകാൻ കഴിയും. സർ, ഈ ഫോം 6ഉം ഫോം 6Aയും എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് പറയാമോ? അതിന് എന്തൊക്കെ രേഖകൾ വേണം? ഫോം 6, ഫോം 6A എന്നിവ പൂരിപ്പിക്കുമ്പോൾ അതിൽ മാൻഡേറ്ററി ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ 2002 വിവരങ്ങൾ ഉറപ്പായിട്ടും നൽകേണ്ടതുണ്ട്. ഫോം 6 2002 നമ്മുടെ ഫാദറോ മദറോ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ഉള്ളവർ അവരുടെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ ഇല്ലാത്തവർ ഉറപ്പായിട്ടും ഹിയറിംഗിന് ഹാജരായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന 13 രേഖകളുണ്ട്. അതിൽ ഏതെങ്കിലും 1-2 രേഖകൾ നൽകി അവരുടെ വിവരങ്ങൾ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തും. മറ്റൊരു സംശയമുള്ളത്, ഈ പ്രവാസികളുടെ ഫോം 6A നാട്ടിലുള്ള ബന്ധുക്കൾക്ക് പൂരിപ്പിച്ച് സൈൻ ചെയ്ത് നൽകാനാകുമോ? പ്രവാസികൾക്ക് അവരുടെ മെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് അവരുടെ വോട്ട് ചേർക്കുന്നതിന് 2010 മുതൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ ചേർക്കുന്നതിന് അവർക്ക് തന്നെ സ്വന്തം മെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയും. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒറിജിനൽ കോപ്പി സ്കാൻ ചെയ്ത് ആ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഇനി ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു മുതിർന്ന അംഗം അത് പൂരിപ്പിച്ച് നൽകി ഒപ്പിട്ട് നൽകിയതിന് ശേഷം അതിൻ്റെ പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ എന്നതിൻ്റെ കോപ്പി കൂടെ വെച്ചുകൊണ്ട് നമുക്ക് PLOക്ക് നൽകിയാൽ മതിയാവും. ഈ ഫോം 6, ഫോം 6A എന്നിവ ഉപയോഗിച്ച് അപേക്ഷ നൽകിയാലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടോ എന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ സാധിക്കുക? അതിൻ്റെ സ്റ്റാറ്റസ് അന്തിമ വോട്ടർ പട്ടികയിലാണോ ഉണ്ടാകുക? അല്ലല്ല, നമ്മൾ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയുന്നതിന്
ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഉറപ്പായിട്ടും അറിയാൻ കഴിയും. അതിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതും അറിയാൻ കഴിയും. ജനന സർട്ടിഫിക്കറ്റിലും റേഷൻ കാർഡിലും SLC ബുക്കിലും കേരളത്തിലെ വിലാസവും ആധാർ കാർഡിൽ കേരളത്തിന് പുറത്തെ വിലാസവുമുള്ള ഒരാൾക്ക് കേരളത്തിൽ ഫോം 6 ഉപയോഗിച്ച് വോട്ട് ചേർക്കാൻ സാധിക്കുമോ? ഇത്തരക്കാർ കേരളത്തിൽ വോട്ട് ചേർക്കാൻ എന്ത് ചെയ്യണം? ആധാർ ഒരു രേഖയാണെങ്കിൽ കൂടിയും അതൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു രേഖയല്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇത് പ്രകാരം മറ്റ് രേഖകളുണ്ടെങ്കിൽ അത് സമർപ്പിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയും? വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് തുടർനടപടികളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. 2002 പേരുണ്ടായിരുന്ന ഒരാൾക്ക് 2025 പട്ടികയിൽ പേരില്ല എന്നിരിക്കട്ടെ, ഇവർ ഫോം 6 ഉപയോഗിച്ച് അപേക്ഷിച്ചാലും അന്തിമ പട്ടികയിൽ ഇടം പിടിക്കുമോ? 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾ 2025 ഒക്ടോബർ മാസം 27-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ ഫോം 6 പ്രകാരം പുതിയ അപേക്ഷ ഉറപ്പായിട്ടും നൽകണം. ഇനി ഈ വിദേശ രാജ്യങ്ങളിൽ ജനിച്ച ഇന്ത്യക്കാർ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇവർ ഡിക്ലറേഷൻ ഫോം നൽകേണ്ടത്? ഡിക്ലറേഷനിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? വിദേശ രാജ്യങ്ങളിൽ ജനിച്ച ഇന്ത്യക്കാർ അവരുടെ ഇന്ത്യൻ പൗരത്വമുള്ളവരാണെങ്കിൽ മറ്റു സ്ഥലത്ത് വിദേശത്ത് പൗരത്വം എടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പേര് ചേർക്കുന്നതിൽ നിയമപരമായിട്ട് തടസ്സമില്ല. ചില ആളുകൾ താമസം മാറിപ്പോയിട്ടുണ്ടാകുമല്ലോ. ഈ താമസം മാറിയവർക്ക് വോട്ട് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത്? അവർ എന്തൊക്കെ രേഖകൾ ഹാജരാക്കണം? താമസം മാറിയവർക്ക് വോട്ട് ലഭിക്കുന്നതിന്, അതായത് അവർ നിലവിൽ 2025 ഒക്ടോബർ മാസം 27-ാം തീയതി വന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ, അവരിപ്പോഴത്തെ കരട് പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഫോൺ നമ്പർ 8 ഉപയോഗിച്ച് അവരുടെ നിലവിലെ സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയും. ചില ആളുകൾക്ക് സംശയമുണ്ട്, ഈ എന്യൂമറേഷൻ ഫോം കിട്ടിയിട്ടും പൂരിപ്പിച്ച് തിരികെ നൽകാത്തവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്ക് സാധ്യത ഉണ്ടോ എന്ന്. ശരിക്കും ഈ SIR ഫോം ഫിൽ ചെയ്ത് തിരികെ കൊടുത്തില്ലെങ്കിൽ അത് കുറ്റകരമാണോ? എന്യൂമറേഷൻ ഫോം തിരിച്ച് നൽകാത്തത് നിലവിൽ കുറ്റകരമല്ല. എന്നാൽ അവർക്ക് വോട്ടവകാശം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശം ഇല്ലാതാക്കുകയാണ് അവർ അതുവഴി ചെയ്യുന്നത്. സാർ, ഈ SIRന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കണ്ടെത്താനായില്ല എന്ന വിഭാഗത്തിൽ ഒഴിവാക്കപ്പെട്ടവർ പലരും നാട്ടിൽ തന്നെയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവർക്ക് ഇനി ഫോം 6 ഉപയോഗിച്ച് തന്നെയാണോ വോട്ട് ചേർക്കേണ്ടത്, അതോ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? ഒപ്പം തന്നെ ഈ ഫോം 6 ഉപയോഗിച്ച് വോട്ട് ചേർക്കുമ്പോൾ അവർ കന്നി വോട്ടർമാരെ പോലെയല്ലേ ആകുന്നത്? അങ്ങനെ വരുമ്പോൾ അവർ ഇതുവരെ വോട്ട് ചെയ്തില്ല എന്ന തരത്തിൽ രേഖപ്പെടുത്തുമോ? അതിൽ എന്താണ് ഒരു വിശദീകരണം? അക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2025 ഡിസംബർ മാസം 23-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ASD ലിസ്റ്റ്, ആബ്സെൻ്റ് ഷിഫ്റ്റ് ഡെത്ത്, അങ്ങനെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പേരുള്ളവർ എല്ലാം പുതിയ ഒഴിവാക്കപ്പെടാൻ പോകുന്നവരാണ്. അവർ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഫോം നമ്പർ 6-ൽ അപേക്ഷ നൽകണം. അവർ ഇനി വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുന്നതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടത്? വോട്ടർ പട്ടികയിൽ അപേക്ഷ നൽകേണ്ടതില്ല പുതുതായിട്ട്.